അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അരിഞ്ഞേട്ടൻ ചെറിയൊരു ഓട്ടം വന്നിട്ടുണ്ട്. രാവിലെ ഓട്ടോറിക്ഷയുടെ ബാറ്ററി ചാർജ് ആവുന്നില്ലായിരുന്നു. അപ്പം ചങ്ങനാശ്ശേരി ഒരു കടയിൽ വന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സാധനം മാറി വെക്കണം. ആ സാധനം അവിടെ ഇല്ല. അപ്പം അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ സെറ്റായി. അതിൽ കയറി നേരെ സാധനം മേടിക്കാൻ വേണ്ടി പൂച്ചമുക്കിലോട്ട് പോവാണ്. അവിടെയുള്ള സാധനം അവിടെ പോയി മേടിക്കാൻ വേണ്ടി ഞാനും ലമ്മനാണ് സച്ചുമാണ് പോകുന്നത്. ഇത് മേടിച്ചെല്ലാം സെറ്റാക്കിയപ്പോഴാണ് നമ്മുടെ സൈലൻസർ ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ അതും അഴിച്ച് അതും സെറ്റാക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സാധനവും അഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ സാധനം എല്ലാം മേടിച്ച് തുച്ഛമായ പൈസ ആയിട്ടുള്ളൂ. ഇത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട്. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പിക്കപ്പ് ഇന്ന് കിട്ടും. അപ്പം അവിടം വരെ ഒന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഞാനോർത്ത് ഓട്ടോറിക്ഷയുടെ സാധനമൊക്കെ മാറിയപ്പോഴത്തേക്ക് ഒരു 12,000 രൂപ ആകുന്നു. എല്ലാം കൊണ്ടൊരു 400 രൂപ സെറ്റായി. പെയിൻ്റ് അടിക്കുന്നത് വന്നിട്ടുണ്ട്. പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞു. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ഇഞ്ചൻ നമ്പർ ഈ സൈഡിലും കണ്ടായിരുന്നു. എവിടെ വർക്ക് കിട്ടും. നോക്കുവാ നടന്നു. ആ എല്ലാ സാധനവും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെയിൻറ്റർ. ലാസ്റ്റ് പണിപ്പുരകളിലാണ്. ഇതെല്ലാം അടിച്ചല്ലേ. പെട്രോൾ മേടിച്ചിട്ടുണ്ടേ. ഇതെല്ലാം തുടയ്ക്കണം, വൃത്തിയാക്കണം. ഇവിടെ എല്ലാം ഒരു പൊട്ടലുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിയിട്ടെല്ലാം മാറ്റി. ഇപ്പോൾ ക്ലിയറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഈ പടുതരടി കിടക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് അറിയാത്ത. തിളങ്ങുമല്ലേ എഴുതി കിടക്കുമ്പോൾ. നമ്പർ പ്ലേറ്റ് അങ്ങ് മാറണം. അതൊക്കെ ആ വണ്ടിയുടെ പേരനാടാ. ആ വണ്ടിയുടെ പേരനാ ആണോ? നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ലാലെണ്ണം കുറച്ച് പാറപ്പൊടിയും കൊണ്ട് വന്നിട്ടുണ്ട് ഇറക്കാൻ വേണ്ടി. ശരിടാ സാലോടെ പോണാണ്. അല്ലേ അങ്ങ് വരും. തീർന്നു. അപ്പോൾ നമ്മുടെ പിക്കപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല വെയിലാണ്. ചേട്ടാ വാ പോവാം. വാ വാ പോട്ടെ. കോഡ് പോയോ? ഇല്ല. ആറേ എന്റെയോ?
ഇവിടെ എല്ലാ വണ്ടിയുടെ പെയിന്റ് അടിക്കണം. ആ നല്ല വൃത്തിക്കാണ് പെയിന്റ് അടിച്ചത്. കണ്ണാണോ കിളിപ്പിഞ്ഞ് കിടക്കുന്ന കിടക്കുന്നത്. ഇതെന്ന് തുടങ്ങിയ അവിടെ? അല്ല പുള്ളി വീട്ടിലിട്ട് അടിക്കുന്നത്. ആരാ പാർട്ടി? എനിക്കറിയാം. മനുഷ്യനാ വിറ്റ് 22 ആളെ തന്നെ. ആ 2 മതിൽക്കെട്ടിനിടയിൽ കൂടെ അകത്തോട്ട് വഴിയുണ്ട് ഇടത്തോട്ട്. ഇതിലെ പടുത കിട്ടിയിരുന്നു. അതില്ലേ അവിടെ കൊണ്ടുപോയി. അടിച്ച് സെറ്റ് ചെയ്തിട്ടേ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയുടെ മിറർ രണ്ടും പിടിപ്പിച്ചു, എല്ലാം സെറ്റാക്കി. നേരത്തെ കിടന്നേക്കാളിൽ ഇച്ചിരി വൃത്തിയായി വണ്ടി. ഇപ്പം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തോ? ഓക്കെ. മുമ്പോട്ട് പോകണോ അതോ? ഓ ഞാൻ നോക്കിയതാ. കാണാൻ പറ്റും. നമ്മുടെ വണ്ടി കിട്ടി. ഇനിയിപ്പം തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്യണം. പിന്നെ നാളെ സ്റ്റിക്കറൊക്കെ ചെയ്യിക്കണം, നമ്പർ എഴുതിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി കൊണ്ടുണ്ട്. അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ കോലം ഇതാണ്. ഇതാണ് നമ്മുടെ വണ്ടി പെയിൻറ്റ് അടിച്ച് കിട്ടിയപ്പോഴുള്ള ലുക്ക്. അടിപൊളിയായിട്ട് പെയിൻറ്റ് അടിച്ചേക്കുന്നത്. നമ്പരെല്ലാം എഴുതണം. പുറത്തെ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറാനുള്ളത്, അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല. ഇപ്പുറ സൈഡിലെ മാറാനുള്ളതാണ്. നമ്മുടെ ഈ വണ്ടി പെയിൻ്റ് അടിച്ചേക്കുന്ന പോലെ ആർക്കെങ്കിലും പെയിൻ്റ് അടിക്കാനോ കാര്യങ്ങളോ എല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മനീഷയുടെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് വിളിച്ചാൽ മതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയും മനീഷയുടെ തന്നെയാണ് പെയിൻ്റ് അടിച്ചത്. എല്ലാം കഴിഞ്ഞൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ആണോ ലൈറ്റ് ആയേ? യശോദേ മാറാ. അതിവിടെ വരും എപ്പോഴും. മാറി ഞാൻ അടിക്കാം. കൈ കൊടുക്ക്, കൈ കൊടുത്ത്. സ്റ്റാർട്ടായിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.